2022 ചോദിച്ചിട്ടുള്ള 18th ക്വസ്റ്റ്യൻ ഉണ്ടോ, ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ക്ലോഷർ എന്നാണ് കാണിക്കേണ്ടത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്നറിയോ, നമ്മൾ ഡെൽറ്റ ലാംഡയിൽ ഒരു എലമെൻ്റ് എടുക്കുന്നു. അത് ഇപ്പോൾ ഡെൽറ്റ ലാംഡയിൽ ഒരു എലമെൻ്റാണ് YN എന്ന് വിചാരിക്കാം. ഈ YN കൺവേർട്ട് ചെയ്യുന്നത് ഒരു വൈയിലേക്കാണ്. ഈ വൈയും ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് ഡെൽറ്റ ലാംഡ ക്ലോഷർ എന്ന് കാണിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ എന്തെടുക്കുന്നു, YN ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്ന് എടുക്കുന്നു. ഈ YN എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, Y എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നോം വൈ എന്തായിരിക്കും, ഒരു കോൺസ്റ്റൻറ്റിനേക്കാളും ചെറുതായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കുമല്ലോ നമ്മുടെ നോം വൈ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നോം വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു XN ലെസ് ദാൻ C എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഈ XN എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഡെൽറ്റ ലാംഡ വൈയിലുണ്ട് എന്ന് വിചാരിക്കുക. ഡെൽറ്റ ലാംഡ വൈയിലുണ്ടെന്ന് നമുക്ക് കാണിക്കും. വൈ ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. നമ്മൾ വൈ ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെങ്കിൽ ഈ വൈയിലേക്ക് ഡെൽറ്റ ലാംഡ ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു X എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമുക്കിവിടെ ഉണ്ടാവും. ഇതേപോലത്തെ ഒരുപാട് എലമെൻറ്റുകൾ ഉണ്ടാവില്ലേ, അതിലൊരു എലമെൻ്റാണ് നമ്മുടെ XN എന്ന് പറയുന്നത്. ഓക്കെ, ഇനി XN ലെസ് ദാൻ ഒരു കോൺസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ആൽഫ ഓഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C നോം വൈ. ഇതിൽ ആൽഫ എന്താണെന്നറിയോ, നമ്മളിങ്ങനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകൾ, അതിനെ ഞാൻ Z എന്ന് വിളിക്കുകയാണ്. വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഈ എലമെൻറ്റ്സ് ഞാൻ Z എന്ന് വിളിക്കാം. ഈ സെഡുകളെ കളക്ഷൻ ഉണ്ടാവുമല്ലോ, ഇതിനെ ഞാൻ EY എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുകയാണ്. ഈ EYയിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടാവില്ലേ, അതിനെയാണ് ഞാൻ ആൽഫ ഓഫ് വൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ EYയിലുള്ള എലമെൻറ്റ്സിൻ്റെ ഫോം എന്തായിരിക്കും, അവിടെ എക്സും ഉണ്ടാവും, പിന്നെ കേർണൽ ഓഫ് ടി ലാംഡ ഉണ്ടാവും. ടി ലാംഡേൻ്റെ കേർണൽ എന്ന് വെച്ചാൽ 0ലേക്ക് മാപ്പ് ചെയ്യുന്ന ഇതിലെ എലമെൻറ്റ്സുകളും EYയിലുണ്ടാവും. അപ്പോൾ EY ഈക്വൽ ടു X പ്ലസ് E0 എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഇതിൽ EYകളിലുണ്ടാവുക. അപ്പോൾ ഇതിലുള്ള ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻറ്റിനെ നമുക്ക് ഈ നോം വൈൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്തതിനേക്കാളും ചെറുതായിട്ട് ഒരു ആൽഫ ചെറുതായിട്ടായിരിക്കും ഇതിലെ ഏറ്റവും മിനിമം എലമെൻറ്റ് ഉണ്ടാകുക എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, നമ്മളിത് ക്ലെയിം ചെയ്തിട്ട് നമ്മളിത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇതിലേതോ ഒരു XN എന്ന് പറയുന്ന വാല്യൂ ഇതിലെ ഈ Cനേക്കാളും ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാം. ഇനി ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഈ ക്ലെയിം പ്രൂവ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇങ്ങനെയല്ല എന്ന് അസ്യൂം ചെയ്യുക, കോൺട്രഡിക്ഷൻ വെച്ചിട്ട് അസ്യൂം ചെയ്യുക. എന്ന് വെച്ചാൽ ആൽഫ ഓഫ് വൈ ഡിവൈഡ് ബൈ നോം വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ C ആണെന്ന് എടുക്കുക. കോൺട്രഡിക്ഷൻ പറയുമ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ, നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു C നോം വൈ ആണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ C ആയിരിക്കണം. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്ത് വരും, നോം വൈ ഡിവൈഡ് ബൈ ആൽഫ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഒരു കോൺസ്റ്റൻറ്റ് ഞാനൊരു 1/n ചെറുതാണെന്ന് എടുക്കുന്നു. നമുക്കറിയാം ഈ വാല്യൂ ഒരിക്കലും എന്താവില്ല, 0നേക്കാളും ചെറുതാവില്ല, നെഗറ്റീവ് ആവില്ല. എന്നാൽ ഈ വൈൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഇത് 0ലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഞാനിതിൽ സീക്വൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ YN ഡിവൈഡ് ബൈ ആൽഫ ഓഫ് YN എടുക്കുകയാണെങ്കിൽ ഇത് 0ലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലേ. നമ്മളിവിടെ ഓൾറെഡി YN പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ YN പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, YN ടിൽഡനെ പറയുന്നു. അപ്പോൾ ഇനി നോമിൻ്റെ എടുക്കുകയാണെങ്കിൽ നോം YN ടിൽഡ ഡിവൈഡ് ബൈ ആൽഫ ഓഫ് YN എന്ന് പറഞ്ഞാൽ YN ടിൽഡ എന്ന് പറയുന്നത് 0ലേക്ക് കൺവേർട്ട് ചെയ്യും ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മളെങ്ങനെയാണ് ഇതിൽ കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നത്, ഇതിനെ ഞാൻ YN എന്ന് വിളിക്കുന്നു. എന്നിട്ട് ആൽഫ ഓഫ് YN കാണും. ആൽഫ ഓഫ് YN എന്താ വരിക, ആൽഫ ഓഫ് YN ടിൽഡ ഡിവൈഡ് ബൈ ആൽഫ ഓഫ് YN ടിൽഡ എന്ത് വരും, 1 എന്ന് വരും. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ ആൽഫ ഓഫ് YN 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കിട്ടും. ഓക്കെ, ആൽഫ ഓഫ് YN നമുക്ക് ആൽഫ ഓഫ് YN 1 ആണ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് കിട്ടും, 0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. അപ്പോൾ കോൺട്രഡിക്ഷൻ ആയല്ലോ. അപ്പോൾ ആൽഫ ഓഫ് YN 1 ആയതുകൊണ്ട് അതിനോട് അടുത്തുള്ളൊരു വാല്യൂ കിട്ടാൻ വേണ്ടി ഞാൻ നോം Xൻ്റെ വാല്യൂ 2നേക്കാളും ചെറുതായിട്ടുള്ള ഒരു എലമെൻറ്റിനെ എടുക്കുന്നു, നോം Xന്. ഇത് ഇവിടെയുള്ള ഈ വാല്യൂ ആയിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ ഈ ക്ലെയിം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ XN എടുക്കുന്നത്. എന്നിട്ട് ടി ലാംഡ XN, നമ്മുടെ ടി ലാംഡ XN എന്ന് പറയുന്നത് ഡെൽറ്റ ലാംഡ XN എങ്ങോട്ടേക്കാണ്, YNലേക്കല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. ടി ലാംഡ XN എന്ന് പറയുന്നത് YN ആണ്. ഈ YN എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, 0ലേക്ക്. നമ്മളിവിടെ പറഞ്ഞല്ലോ X Yയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ XN എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, XN Yയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ XN Yയിലേക്ക് മാപ്പ് ചെയ്യും. അതേപോലെ ടി ലാംഡ XN YNലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്കറിയാം YNകളൊക്കെ ഒരു Yയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇവിടെ ആ Yനെ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്യാണ്, 0 ആയിട്ട് അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിൽ ടി എന്ന് പറയുന്നത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അല്ലേ. അപ്പോൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ അതിലൊരു കോഷി സബ്സീക്വൻസ് ഉണ്ടാവും അല്ലേ, ഒരു സബ്സീക്വൻസ് ഉണ്ടാവും TXNക്ക്. അത് കൺവേർട്ട് ചെയ്യും. ഞാൻ ആ കൺവേർട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ W എന്ന് വിളിക്കുകയാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടി ലാംഡ എക്സ് എൻ കെ എന്താവും നോക്കാം. ഇതിൻ്റെ ടി ലാംഡ എക്സ് എൻ കെ ഇതിലൊരു സബ് സീക്വൻസ് ആണല്ലോ ടി ലാംഡ എക്സ് എൻ കെ. ടി ലാംഡ എക്സ് എൻ കെ നമുക്ക് ഇങ്ങനെ എഴുതാം, ടി മൈനസ് ലാംഡ i എക്സ് എൻ കെ എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താണ് വൈ എൻ ആണ്. ഇനി ഇതിൻ്റെ ലിമിറ്റ് എടുത്ത് എന്ത് വരും, ടി എക്സ് എൻ കെ ലിമിറ്റ് എടുത്ത് കഴിഞ്ഞാൽ അത് ഡബ്ല്യൂയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഡബ്ല്യു എന്ന് വരും. ഡബ്ല്യു എക്സ് എൻ കെ എന്നുള്ളത് എന്താവും, ലാംഡ എക്സ് എൻ കെ എന്നുള്ളത് ലാംഡ എക്സ് എൻ കെ തന്നെയാവും. ഇനി വൈ എൻ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, വൈ എൻ നമ്മൾ 0 കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്താവും 0 കൺവേർട്ട് ചെയ്യുന്നതെന്നായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എക്സ് എൻ കെ എന്താണെന്ന് കണ്ടൂടെ. എക്സ് എൻ കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൽ നിന്ന് w/λ ആയിരിക്കും. അപ്പോൾ എക്സ് എൻ കെ w/λ കിട്ടി. എക്സ് എൻ കെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, എക്സ് എൻ കെ കൺവേർജസ് ടു w/λ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ w/λ ഞാൻ x0 എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഇതിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിലേക്ക് നമ്മൾ ടി ലാംഡ എക്സ് എൻ ഈക്വൽ ടു വൈ എൻ ടെൻസ് ടു 0 എന്നല്ലേ. ഇതിൽ എക്സ് എൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്, x0ലേക്ക്. അപ്പോൾ ടി ലാംഡ x0 എന്നായി. ഈ വൈ എൻ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത് 0ലേക്ക്. അപ്പോൾ ടി ലാംഡ x0 എന്നുള്ളത് എന്തായി 0 എന്നായി. അപ്പോൾ x0 എവിടെ ഉണ്ടെന്ന് കിട്ടി, E0 കിട്ടി. E0 എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് ടി ലാംഡയിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് എൻ കെ മൈനസ് x0 അല്ലെ എക്സ് എൻ കെ പ്ലസ് x0 എന്നുള്ളത് നമുക്കൊരു EN കെയിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. EN കെ എന്ന് പറയുന്നതാ ഇവിടെയുള്ള EY നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്, എക്സ് പ്ലസ് E0. അപ്പോൾ അത് വെച്ചിട്ട് പറയുമ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ ഇതിലുള്ള എക്സ് എൻ കെ, E0 എന്ന് പറയുമ്പോൾ ഇവിടെ കേർണലിലുള്ള ആൾ. അപ്പോൾ നമുക്കിതിനെ EN കെ എന്ന് പറയാൻ പറ്റും, EN കെയിലുള്ള എലമെൻറ്റ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ മിനിമം എന്ന് പറയുന്ന ഈ ടേം 0ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വൈ എൻ കെയിലെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ആൽഫ 0ലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തത് ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻറ്റ് 1 ആണെന്നാണ്. ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻറ്റ് വൈ എൻ മാപ്പ് ചെയ്യുന്ന 1ലേക്കാണ്. പക്ഷേ നമുക്കിവിടെ എന്ത് കിട്ടി, ആൽഫ ഓഫ് വൈ എൻ കെ 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതൊരു കോൺട്രഡിക്ഷൻ ആയില്ലേ. കോൺട്രഡിക്ഷൻ വരാൻ കാരണം നമ്മളിവിടെ ഇത് തെറ്റാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലെയിം ചെയ്തത് ട്രൂ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആൽഫ ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം വൈ ആണെങ്കിൽ ഇതിലൊരു നോം എക്സ് എൻ ഉണ്ടാവും ലെസ് ദാൻ സി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് എന്തായിരുന്നു, വൈ എൻ ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്യുന്ന വൈയും ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്നാണ് കാണിക്കേണ്ടിരുന്നത് അല്ലേ. അപ്പോൾ വൈ എന്നിനെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു, ഇനി വൈ എൻ ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഏതൊരു ടി ലാംഡ എക്സ് എന്നിനെ നമുക്ക് വൈ എൻ ആയിട്ട് എഴുതാം. അതെങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, വൈയിലേക്ക്. ഇനി നമ്മുടെ ടി എക്സ് എന്ന് പറഞ്ഞ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് അതിലൊരു കോഷി സബ് സീക്വൻസ് ഉണ്ടാവും. അതെന്തായിരിക്കും, കൺവേർട്ട് ചെയ്യും. ഞാൻ ആ കൺവേർട്ട് ചെയ്യുന്ന പോയിന്റിനെ Z എന്ന് വിളിക്കുകയാണ്. ഇനി ടി ലാംഡ എക്സ് എൻ കെനെ നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം. ടി ലാംഡ എക്സ് എൻ കെനെ നമുക്ക് എങ്ങനെ എഴുതാം, ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എൻ കെ എന്ന് എഴുതാം. ഇതെങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞത്, ടി ലാംഡ എക്സ് എൻ കെ വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താവും, ടി എക്സ് എൻ കെ മൈനസ് ലാംഡ ഐ എക്സ് എൻ കെ കൺവേർജസ് ടു വൈ. ടി എക്സ് എൻ കെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞത് Z-ലേക്ക്. ലാംഡ ഐ എക്സ് എൻ കെ ലാംഡ എക്സ് എൻ കെയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും, വൈയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് എക്സ് എൻ കെ എന്നൊരു വാല്യൂ കണ്ടുപിടിച്ചൂടെ, എക്സ് എൻ കെ കൺവേർട്ട് ചെയ്യുന്ന ഒരു വാല്യൂ. അതിന് ഞാൻ എന്ത് വിളിക്കുക, എക്സ് എൻ കെ എക്സ് എൻ കെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ Z മൈനസ് y/λ എന്ന് വരും. ഇനി ഞാൻ ഈ ടേമിനെ x0 എന്ന് വിളിക്കുന്നു. ഇവിടെ നമ്മൾ അങ്ങനെ w/λ x0 വിളിച്ചിരുന്നു. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് നമ്മൾ ഈ ക്ലെയിം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന Z മൈനസ് y/λ x0 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ടേം എന്താവും, ഇതെന്താവും, ടി എക്സ് എൻ കെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും, എക്സ് എൻ കെ x0ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടി എക്സ് എൻ കെ x0ലേക്ക് കൺവേർട്ട് ചെയ്യും. അതേപോലെ ലാംഡ ഐ എക്സ് എൻ കെ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യും, ലാംഡ എക്സ് എൻ കെ x0ലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതെന്തായി, വൈ ആയി അല്ലേ. അപ്പോൾ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു ടേം നമുക്ക് കിട്ടി. x0 എന്ന് പറഞ്ഞ എലമെൻറ്റ് വൈയിലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ ടി ലാംഡ x0 നമുക്ക് എന്ത് കിട്ടി, വൈ എന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് കാണിക്കേണ്ടത്, വൈ എന്നെ നമ്മൾ ഡെൽറ്റ ലാംഡയിൽ എടുത്തിട്ട് അത് കൺവേർട്ട് ചെയ്യുന്ന വൈ ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്നാണ് കാണിക്കേണ്ടത്. അതായല്ലോ ഇപ്പോൾ നമുക്ക് ആ ഡെൽറ്റ ലാംഡയിൽ ആ ഒരു പോയിന്റ് കിട്ടി, x0 എന്ന് പറഞ്ഞ പോയിൻ്റാണ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കിട്ടി. x0 എന്തായിരുന്നു, Z മൈനസ് y/λ. നമ്മുടെ ടെക്സ്റ്റിൽ ഈ പ്രൂഫ് തന്നിട്ടുള്ളത് ആദ്യതാ ഈ ഭാഗം മുഴുവൻ ഈ ക്ലെയിമൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട്
പിന്നെയാണ് നമ്മൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ശരിക്കും ഇത് ഇത്ര ഭാഗം മതി. പിന്നെ ഈ ക്ലെയിം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എക്സ്ട്രാ ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒന്നും കൂടി പറയാം. നമുക്ക് കാണിക്കേണ്ടത് വൈന് ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്ന വൈയും ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്ന് കാണിച്ചാൽ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ക്ലോഷറായി. അപ്പോൾ ആദ്യം നമ്മൾ വൈന് ഡെൽറ്റ ലാംഡയിൽ ഉണ്ടെന്ന് എടുക്കുന്നു. അപ്പോൾ വൈന് കൺവേർജിങ് ആയതുകൊണ്ട് വൈന് ബൗണ്ടഡ് ആയിരിക്കും. ഇനി വൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് എൻ ഉണ്ടാവുമല്ലോ. ആ എക്സിൻ്റെ നോമിൻ്റെ വാല്യൂ ലെസ് ദാൻ ഒരു കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ ആൽഫ ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം വൈ എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇതിൽ ആൽഫ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന എക്സുകൾ, അതേപോലെ എക്സുകളൊക്കെ നമ്മൾ സെഡ് എന്ന് വിളിക്കുന്നു. ഈ സെഡുകളെ കളക്ഷൻ നമ്മൾ ഇ വൈ എന്ന് വിളിക്കുന്നു. ഈ ഇ വൈയിലുള്ള എലമെൻ്റ് ആണ് എക്സ് പ്ലസ് ഇ നോട്ട് എന്ന് പറയുന്ന ഫോമിലായിരിക്കും നമ്മുടെ ഇ വൈയിലെ എലമെൻറ്റ്സ് ഉണ്ടാവുക. ഈ ഇ വൈയിലെ എലമെൻറ്റ്സിൽ ഏറ്റവും ചെറിയ എലമെൻ്റ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ആൽഫ ഓഫ് വൈ എന്ന് വിളിക്കുന്നത്. ഈ ആൽഫ ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ഈ വൈനെ നോൺ വൈനോട് ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്പിൾ ഇതിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും എന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ക്ലെയിം ചെയ്യുന്നത് നമുക്കിത് പ്രൂവ് ചെയ്യണം അല്ലേ. അതിന് നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എടുക്കുന്നത്. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എല്ലാം എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ ആയിരിക്കും എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നോൺ വൈ ബൈ ആൽഫ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1/n ആണ് കിട്ടും. ഇത് ഓൾറെഡി നോൺ നെഗറ്റീവ് ആണ്. ഇത് വൈ എൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ 1/n ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ 0 പോകും. അപ്പോൾ നോം വൈ എൻ ടിൽഡ ബൈ ആൽഫ ഓഫ് വൈ എൻ ടിൽഡ 0 പോകും ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ആൽഫ ഓഫ് വൈ എന്ന് കാണും. ഇതിനെ നമ്മൾ വൈ എൻ എന്ന് വിളിക്കും. അപ്പോൾ ആൽഫ ഓഫ് വൈ എന്ന് കാണും. ആൽഫ ഓഫ് വൈ എന്ന് 1 ആണെന്ന് കിട്ടും. നമുക്ക് എന്താ കോൺട്രഡിക്ഷൻ കിട്ടുക, ആൽഫ ഓഫ് വൈ എന്ന് കൺവേർജസ് ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, മിനിമം ആയിട്ടുള്ള ആൽഫ ഓഫ് വൈന് ലെസ് ദാൻ സി നോം വൈ ആണെങ്കിൽ ഇതിൽ സിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു എക്സ് എൻ ഇവിടെ ഉണ്ടാവും അല്ലേ. ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടി ലാംഡ എക്സ് എൻ നമ്മൾ ഈക്വൽ ടു വൈ എൻ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ടി എക്സ് എൻ കെ, നമ്മൾ ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ഇതിലൊരു കോഷി സബ് സീക്വൻസ് ഉണ്ടാകും കൺവേർജിങ് ആയിട്ടല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ സെഡ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് ടി ലാംഡ എക്സ് എൻ കെയിലേക്ക് നമ്മൾ ഈ കൺവേർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് എൻ കെ സെഡ് മൈനസ് വൈ ബൈ ലാംഡയിലേക്ക് കൺവേർജ് ചെയ്യുന്ന കിട്ടും. ഇതിനെ നമ്മൾ എക്സ് നോട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്ന വൈയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടി, എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ്. അതായിരുന്നു നമുക്ക് കാണിക്കേണ്ടിരുന്നത്.